2018 കവളപ്പാറയിൽ നടന്ന ഉരുൾപൊട്ടലിൽ എത്ര പേരുടെ ബോഡി തിരിച്ചു കിട്ടാണ്ട് കേരളത്തിൽ? ഇതൊക്കെ മറന്നുപോയി. കർണാടകയിൽ നടന്ന ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിലുണ്ടായ വീഴ്ചയെ ന്യായീകരിക്കാൻ സതീശൻ ഉപയോഗിക്കുന്നത് കവളപ്പാറ ദുരന്തത്തിനെയാണ്. ഇതിൽ നിന്ന് തന്നെ എത്രമാത്രം ദുഷ്ട മനസ്സുള്ള വികട രാഷ്ട്രീയക്കാരനാണ് ഇയാൾ എന്ന് വ്യക്തമാണ്. ഒരു വനമേഖലയിൽ ഗതാഗത സംവിധാനങ്ങൾ വളരെ കുറഞ്ഞ ഒരു പ്രദേശത്ത് നടന്ന ദുരന്തമാണ് കവളപ്പാറ ദുരന്തം. അവിടേക്ക് വാഹനങ്ങളൊക്കെ എത്തുന്നത് ദുഷ്കരമാണ്. അതുപോലെയാണോ ദേശീയപാതയിൽ അപകടം നടന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുവരുന്നത്? ഇമാതിരി ന്യായീകരണം പറയുന്ന കർണാടക സർക്കാരിനെ ന്യായീകരിക്കുന്ന ഇവനൊക്കെ തന്നെയാണ് ആ പാവം അർജുന്റെ അമ്മയെയും കുടുംബത്തിനെതിരെയും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും വളരെ മോശം കാര്യങ്ങൾ പറയാൻ ആ സരിനെ പോലെയുള്ള പടുവാഴകളെയൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, അർജുനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. അപകടത്തിൽപ്പെട്ട് എന്ന് മാത്രമേ നമുക്കറിയാവൂ. ആ സമയത്ത് പോലും അർജുന്റെ കുടുംബത്തെ കുറിച്ച് ഇമാതിരി വർത്തമാനം ഇവനൊക്കെ പറയുന്നുവെങ്കിൽ മനുഷ്യത്വം എന്ന വാക്ക് പോലും അറിയാത്ത മലയാളിയായിരിക്കും ഈ ദുരന്തം പാർട്ടിയും അവന്മാരുടെ ലോക കൂതറയായ ഇതുപോലുള്ള നേതാക്കന്മാർ.